കേരളത്തിന്റെ സാഹിത്യ നഗരം എന്ന യുനെസ്കോ പ്രകീർത്തിച്ച കോഴിക്കോട് സംഗീത ചക്രവർത്തി ബാബുരാജും നാടകാചാര്യൻ കെ.ടിയും വിഖ്യാത സാഹിത്യകാരൻ എം.ടിയും ബഷീറും ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും വെള്ളിത്തിരയിൽ നടന വൈഭവം തീർത്ത പപ്പുവും മാമുക്കോയയും അരങ്ങ് നിറഞ്ഞാടിയ നഗരം. ആ കോഴിക്കോടിന്റെ മുഖം മാറുകയാണ്. ഏകദേശം 2000 കോടി മുതൽ മുടക്കിൽ നഗരഹൃദയമായ പന്തീരാങ്കാവിൽ 18 ഏക്കർ സ്ഥലത്താണ് അത്യാധുനിക രീതിയിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ്. കേരളത്തിലെ ഏറ്റവും വലിയ ഈ ടൗൺഷിപ്പ് പ്രോജക്ടിന്റെ നിർമ്മിതിക്ക് പിന്നിൽ ലൈഫ് ലൈൻ ഗ്രീൻ സിറ്റി ട്രസ്റ്റ് ആണ്. ടൗൺഷിപ്പിൽ പങ്കാളിയാകുന്ന എല്ലാ പേർക്കും പ്രയോജനകരമാകുന്ന നിരവധി പദ്ധതികളുള്ള ഈ ബൃഹത് പ്രോജക്ടിന് ചുക്കാൻ പിടിക്കുന്നത് ട്രസ്റ്റിന്റെ എല്ലാമായ ചെയർമാൻ ഡോക്ടർ പി വിജയൻ എന്ന ക്രാന്തദർശിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാനൊരു 12 വർഷം മുമ്പൊക്കെയാണ് US ഈ പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് മോഡൽസ് ഒക്കെ പഠിക്കുന്നത്. സാധാരണ പ്രധാനമായിട്ടും മേജർ എന്ന് പറഞ്ഞാൽ ഒരു 10 വിവിധങ്ങളായ ഡെവലപ്മെൻറ്റ് മോഡൽസാണ്. അപ്പോൾ ഞാനത് പഠിച്ചിട്ട് വന്നിട്ട് ഞാൻ തന്നെ നേരിട്ടിറങ്ങി ആദ്യകാലത്ത് കുറേ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു എൻ്റർപ്രൈസസ് ആയിട്ട്. അത് കഴിഞ്ഞ് അതൊരു സർട്ടൻ ലെവലിലെത്തി പിന്നെ നല്ല ലാഭകരമായിരുന്നു. ഞാനവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ കൂടുതൽ ഫുൾ ടൈം പഠനത്തിലെ പഠിപ്പിക്കലിലേക്ക് അങ്ങായി. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചില്ല പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള മോഡൽസ് ഒക്കെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ നടത്താൻ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പ്രാക്ടിക്കലിന് പറ്റിയ ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് അതിൽ തന്നെ പറ്റിയ സ്റ്റുഡൻസ് പോയി ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി സെലക്ട് ചെയ്തുകൊണ്ടത്. അപ്പോൾ ഇത് പോകാനും കാണാനും വരാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. തന്നെയല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാവെന്നൊക്കെ പറഞ്ഞതുപോലെ പള്ളിക്കെട്ടുമായിട്ട് ഇങ്ങനെ കിടക്കും. 100 ആന നിന്നാൽ കാണാൻ പറ്റില്ല. അപ്പോൾ ആ അവസ്ഥയിലാണ്. അപ്പോൾ അവരെന്ന് വെച്ചാൽ അവസാനം ഡ്രോണും കൊണ്ട് പോയിട്ട് മോളിൽ നിന്ന് എല്ലാം എടുത്ത് ചുറ്റുവട്ടം മുഴുവൻ എടുത്ത് എനിക്ക് കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മോളിൽ നോക്കിയപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഗൂഗിളിൽ നിന്ന് മോളിൽ നോക്കിയപ്പോഴത്തേക്ക് സംഭവം മോളിൽ ഏതാണ്ട് ഒരു ടേബിൾ ടോപ്പ് പോലെയാണ്. ചുറ്റുവട്ടത്ത് ഭയങ്കര കാടും ചരിവുമൊക്കെ ആണെങ്കിലും. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി മനസ്സിലാക്കിയിട്ട് നമ്മളതിനെ ചെയ്യാനായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് തന്നെ എൻ്റെ സ്റ്റുഡൻസ് തന്നെ മുന്നോട്ട് വന്ന് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അവരാണ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അവർ ഇൻവെസ്റ്റേഴ്സാണ്, അവർ നടത്തിപ്പുകാരാണ്, നോക്കി നടത്തും എല്ലാം അവർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഉടമസ്ഥരുമായിട്ടൊക്കെ 2 കമ്പനികളിൽ നിന്നാണ് നമ്മൾ ഏറ്റെടുത്തത്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഞാൻ തന്നെയാണ് സംസാരിച്ചത് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് കുറയ്ക്കാൻ മാക്സിമം കുറച്ച് അതിനൊരു ചിട്ടയൊക്കെ ആക്കി ലാസ്റ്റ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനമെടുത്ത് പിന്നെ ബാക്കി പെർമിഷൻസൊക്കെ എടുത്ത് ഏതാണ്ട് തെളിച്ച് വന്നപ്പോൾ തന്നെ ഒരു 10-12 JCBയും ഇറ്റാച്ചിയൊക്കെ കയറ്റി വിട്ട് കുറേ നാൾ കൊണ്ടാണ് അത് തെളിച്ചെടുത്തത് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠനങ്ങളൊക്കെ നടത്തി നല്ല പിന്നെ റോഡ് അതാണ് സൗകര്യപ്പെടുത്തി റോഡാക്കി. അത് കഴിഞ്ഞപ്പോൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ അവർ കൂടി ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന ഒരു ഇതാണ് അവിടെ നമുക്കൊരു വലിയ ടൗൺഷിപ്പ്. കേരളത്തിലേക്കൊരു മോഡൽ ടൗൺഷിപ്പ് ഇല്ല. നിർമ്മാണ രംഗത്ത് തങ്ങളുടേതായ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ പ്രൊഫഷണലുകളാണ് ഈ പ്രോജക്ടിന് രൂപകൽപ്പന നിർവഹിക്കുന്നത്. ചെലവ് തീരെ കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കുന്ന ഈ പ്രോജക്റ്റുകൾ പ്രകൃതിക്ക് ഇണങ്ങും വിധത്തിലാണ് അണിയിച്ചൊരുക്കുന്നത്. കെന്റ് കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മാണ ചുമതല വഹിക്കുന്ന ഈ പ്രോജക്റ്റിന് ആദ്യഘട്ടത്തിൽ 600 കോടി രൂപയാണ് ചെലവിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് മാനേജ് ചെയ്യാനും നടത്താനുമായിട്ട് നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ആ ട്രസ്റ്റാണ് ഇതിൻ്റെ മൊത്തം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട റോഡുകളും അതുപോലെ തന്നെ കോമൺ ഏരിയ അല്ലാണ്ട് 5.25 ഏക്കറോളം ട്രസ്റ്റിൻ്റെ പേരിൽ തന്നെയാണ്. അപ്പോൾ ഇതിനൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്കൊരു ഒരു വില്ല പ്രോജക്റ്റിനകത്ത് ഒരു വീടുണ്ടെങ്കിൽ ആ ഗേറ്റിനകത്ത് ഉള്ള നമ്മുടേത് മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. ഈ വില്ല പ്ലസ് 5.25 ഏക്കറുണ്ട് ഓരോരുത്തർക്കും. അപ്പോൾ മൊത്തത്തിൽ കുറേ മാങ്ങ വന്നാലും എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടതാണ്. കുറച്ചുകൂടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ ഉപകാരപ്പെട്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 5.25 ഏക്കറിൻ്റെ കോമൺ ഏരിയ പ്ലസ് വില്ലയാണ് ഒരാൾക്ക്. അതൊക്കെ ഒരു മോഡൽ ഇല്ല കേരളത്തിൽ. പിന്നെ അത് നടത്തുന്നതും എല്ലാം ഇനി നൂറ്റാണ്ടുകളോളം ഈ ട്രസ്റ്റായിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം ട്രസ്റ്റിൽ വരും. ട്രസ്റ്റിൽ നിന്നായിരിക്കും സ്പെൻഡ് ചെയ്യുന്ന തീരുമാനമെല്ലാം എല്ലാവരും കൂടെ കൂടിയിട്ട്. സാധാരണഗതിയിൽ ഡെവലപ്പേഴ്സൊക്കെ വീടൊക്കെ പണിത് കഴിഞ്ഞിട്ടൊരു അസോസിയേഷൻ ഉണ്ടാക്കി കൊടുക്കുക. ഇത് ഡെവലപ്പ് ചെയ്യുമ്പം തന്നെ എന്ത് ചെയ്തു, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ പേരിലേക്ക് 8 സെൻറ്റ് വീതം ആദ്യമേ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഡെവലപ്പ് ചെയ്തു. പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ കൂടി ആലോചിച്ചപ്പോഴത്തേക്കാണ് കോഴിക്കോട് നമ്മളൊരു ഫോറിൻ ഏജൻസിയെ കൊണ്ടൊരു പഠനം നടത്തിയപ്പോൾ അവിടെ റൂമുകൾക്ക് ഭയങ്കര സ്കേഴ്സിറ്റിയാണ്. 56 ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യുന്ന ആ സ്ഥലത്ത് ആകെ 419 റൂംസേ ഉള്ളൂ, സ്റ്റാൻഡേർഡ് റൂംസ്. അപ്പോൾ ആ ഏജൻസി റെക്കമെൻഡ് ചെയ്ത് 2000 റൂംസെങ്കിലും വന്നാലേ കോഴിക്കോട് രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു 200 റൂംസിൻ്റെ ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹോട്ടൽ അവിടെ കൊണ്ടുവരാനായിട്ട് അങ്ങനെ ഒരു തീരുമാനം നമ്മൾ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് എല്ലാം കാണാം. നമുക്ക് ഒരു സൈഡിൽ കൂടെ കടലും കാണാം, മറു സൈഡിൽ കൂടെ എയർപോർട്ടും കാണാം. അപ്പോൾ മൊത്തം കാണാം. 360 ഡിഗ്രി വ്യൂ ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു 100-300 ഫ്ലാറ്റ് കൊണ്ടുവരണം എന്നുള്ളൊരു ആലോചന. അതും എല്ലാവരും തന്നെ കൂടുതലും നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം പ്രോപ്പർട്ടികളെല്ലാം നമ്മൾ ഈ വില്ല വെക്കുന്നതെല്ലാം വിറ്റ് കഴിഞ്ഞു. നടത്തിയെടുക്കാനായിട്ട് സഹായിച്ചത് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൊഫഷണൽസാണ് എല്ലാ മേഖലയിലും. ആർക്കിടെക്ചർ ആണെങ്കിലും ശരി, എഞ്ചിനീയറാണ്, സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണെങ്കിലും ശരി, എല്ലാവരും ഇത് ബെസ്റ്റ് ആൾക്കാരാണ്. അവരെ ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പം ഇത്രയും പേര് കൂടിയിട്ടാകുമ്പോൾ അത് ഒട്ടും കോസ്റ്റ്ലി അല്ല. ആഗോള നിലവാരത്തിൽ ഉയരുന്ന ഈ ടൗൺഷിപ്പിലെ വില്ലകൾക്ക് മാതൃകയാവുന്നത് സ്വിറ്റ്സർലൻഡ് മോഡലുകളാണ്. 2027 പൂർത്തിയാകുന്ന ഈ പദ്ധതിക്ക് പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് ആവിഷ്കരിക്കുന്നത്. 60 ഫെസിലിറ്റീസ് അടങ്ങുന്ന ഈ പ്രോജക്റ്റിന് അനുഭവസമ്പന്നരായ ഒരു വിദഗ്ധ ടീം തന്നെ നടത്തിപ്പിനായുണ്ട്. ലൈഫ് ലൈൻ ഗ്രീൻ സിറ്റി എന്ന ഒരു സ്വപ്ന പദ്ധതി അനാവൃതമാവുകയാണ്. പ്രകൃതിയെ അഗാധമായി സ്നേഹിക്കുന്ന ഒരു വാസ്തുശില്പി എന്നുള്ള രീതിയിൽ ഇതിൽ പങ്കാളിയാകുന്നതിലും എനിക്ക് അത്യധികം ചാരിതാർത്ഥ്യമുണ്ട്. പന്തീരാങ്കാവ് എന്ന കോഴിക്കോടിലെ ഹൃദയഭാഗത്തുള്ള പന്തീരാങ്കാവിൻ്റെ തൊട്ടടുത്തുള്ള ഈ ടൗൺഷിപ്പിൽ വലിയ ഒരു സ്വപ്ന നഗരിയാണ് ഒരുങ്ങുന്നത്. 115ഓളം വില്ലകളും ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഇതിനകത്ത് ഒരുങ്ങുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭൂയിടത്തിലാണ് ഈ സ്വപ്നനഗരി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രകൃതി ഒട്ടും നോവിക്കാത്ത രീതിയിലുള്ള മാസ്റ്റർ പ്ലാനാണ് ഹാബിറ്റേറ്റ് ടെക്നോളജി ഗ്രൂപ്പ് ഇതിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഒട്ടും നോവിക്കാതെ, ഒട്ടും വികലപ്പെടുത്താതെ ഉള്ള പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള എങ്ങനെയാണ് ഒരു മനോഹരമായ രൂപകൽപ്പന നിർമ്മിക്കാം എന്നുള്ളതിനെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ഗ്രീൻ സിറ്റി പ്രോജക്റ്റ്. ഒരുപക്ഷെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് പന്തീരങ്കാവിൽ 18 ഏക്കറിൽ പ്ലാൻ ചെയ്യുന്ന ഗ്രീൻ സിറ്റി. USP അല്ലെങ്കിൽ ഏറ്റവും എല്ലാവരെയും ആകർഷിക്കുന്നത് ഇതിനകത്തു നിന്നുള്ള വ്യൂ ആണ്. ഈ പ്ലോട്ട് ഒരു 57 മീറ്ററോളം പൊക്കത്തിലുള്ള ഒരു കുന്നാണ്. 360 ഡിഗ്രീസിൽ നല്ല പനോരമിക് വ്യൂ ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും മേജർ അട്രാക്ഷൻ. ഈ പ്രോജക്റ്റിൻ്റെ അകത്തുള്ള ഘടകങ്ങൾ മെയിനായിട്ടുള്ളത് 115 ഇൻഡിപെൻഡൻറ്റ് വില്ലാസ്, അതായത് തീരെ ചെറുതല്ല, 8 സെൻറ്റോളം വരുന്ന 115 പ്ലോട്ട്. അതിന് വേണ്ട അമ്യൂണിറ്റീസ്, ഓപ്പൺ സ്പേസ്, റിക്രിയേഷൻ സ്പേസ്. ഓപ്പൺ സ്പേസ് ധാരാളം പല സ്ഥലത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ചിൽഡ്രൻസ് പ്ലേ ഏരിയ കൊടുക്കാനും സീനിയർ സിറ്റിസൻസിന് വന്നിരിക്കാനും ഒക്കെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. അതുകൂടാതെ യങ്സ്റ്റേഴ്സിനുള്ള സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട്, ഷട്ടിൽ കോർട്ട്, മൾട്ടിപ്പിൾ ഷട്ടിൽ കോർട്ട്സ്, ഓപ്പൺ എയർ തിയേറ്റേഴ്സ്, അങ്ങനെയുള്ള ഒരു ഏരിയ. അതുകൂടാതെ കയറി എൻട്രൻസിൽ തന്നെ ഒരു അമ്യൂണിറ്റി സെൻ്ററുണ്ട്. ഇത്രയും ഒരു ടൗൺഷിപ്പ് വരുമ്പോൾ അതിന് വേണ്ട ഒരു കൺവീനിയൻസ് സ്റ്റോർ, ചെറിയ സൂപ്പർ മാർക്കറ്റ്, പ്രൈവസി കുറവ് വരികയാണെങ്കിൽ അവർക്കുള്ള ഗസ്റ്റ് റൂംസ്, ഒരു ചെറിയ ബാങ്കറ്റ് ഹാള്, ഇങ്ങനെ വെച്ച എൻട്രൻസിൽ തന്നെ ഒരു അമ്യൂണിറ്റി സെൻ്ററുണ്ട്. ഇതാണ് 115 വില്ലാസിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഹെൽപ്പ് എടുത്തിരുന്നു. പിന്നെ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന സയൻറ്റിസ്റ്റുകൾ വന്ന് പഠിച്ച് അതിൻ്റെ സാധ്യതകൾ ആരാഞ്ഞു. ചില കേസിനകത്ത് IITയുടെ ഹെൽപ്പുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും മോഡേൺ ടെക്നോളജി എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ളത് വരുമ്പോൾ അറിയാം, എല്ലാം ഏറ്റവും മോഡേൺ ടെക്നോളജി. അപ്പോൾ നമ്മൾ കോസ്റ്റ് അതിനകത്ത് പ്രശ്നമാക്കുന്നില്ല. കാരണം ഇടയ്ക്ക് ലാഭം എടുത്തുകൊണ്ട് പോകാൻ ആരുമില്ലല്ലോ. അതിനകത്ത് ഈ ട്രസ്റ്റ് മെമ്പേഴ്സാണ്, അവർ തന്നെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി ഉടമസ്ഥർ, അവർക്ക് തന്നെയാണ് ലാഭം കിട്ടുന്നതും പ്രോപ്പർട്ടി കിട്ടുന്നതും എല്ലാം. അപ്പോൾ ഇങ്ങനെ ഒരു മോഡൽ, അതായത് ഈ ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെ ഡെവലപ്പ് ചെയ്ത് അവർ തന്നെ നടത്തിക്കൊണ്ട് പോകുന്നൊരു മോഡൽ ഇല്ല. വേറെ ഒരെണ്ണം നമുക്ക് എടുത്ത് പറയാം. ഇതൊരു പ്രത്യേക ലീഗൽ സ്ട്രക്ചർ നമ്മളങ്ങനെ ആക്കിയെടുത്തതാണ്. അപ്പോൾ അതിനകത്തെന്ന് വെച്ചാൽ സുരക്ഷിതത്വം ആബ്സല്യൂട്ടാണ്. എത്ര കാലങ്ങൾ കഴിഞ്ഞാലും പൂർണ്ണമായിട്ടും അങ്ങനെയാണ് നമ്മൾ ഈ ഐഡിയയിലേക്ക് വന്നതും ഐഡിയ ഡെവലപ്പ് ചെയ്തതിൻ്റെ രീതി അങ്ങനെയാണ്. ഈ ഗ്രീൻ സിറ്റി പ്രോജക്റ്റിലെ ഒരു ഇൻവെസ്റ്റർമാരിൽ ഒരാളാണ് ഞാൻ. ഈ ഗ്രീൻ സിറ്റി പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഡോക്ടർ പി വിജയൻ സാറിൻ്റെ വിശ്വാസ്യതയും കഴിവും ഒന്നുകൊണ്ട് മാത്രമാണ്. അതുമാത്രമല്ല, ഈ പ്രൊജക്റ്റ് ഗ്രീൻ സിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. കൃഷി വകുപ്പിൻ്റെ സഹകരണത്തോടുകൂടി നമ്മളിവിടെ ചന്ദനം, പ്ലാവ്, മാവ്, പേര, നെല്ലി, സപ്പോട്ട ഇത്യാദി തുടങ്ങിയ ഫലവൃക്ഷങ്ങളൊക്കെ നമ്മൾ ഇവിടെ കൃഷി ചെയ്ത് വരുന്നുണ്ട്. ഞാൻ ഇവിടെ ലൈഫ് ലൈൻ ഗ്രീൻ സിറ്റിയിലെ ഒരു ഇൻവെസ്റ്ററാണ്. 2 പ്രോജക്റ്റിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ പി വിജയൻ സാറിൻ്റെ സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പോൾ സാർ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതൊരു ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാറിൻ്റെ ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഒരു സെക്യൂർഡ് ആയിരിക്കും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ്
ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പ്രൊജക്റ്റാണ്. ഇവിടെ നിന്നുള്ള ആംബിയൻസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ കോഴിക്കോട് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ത്യയിൽ തന്നെ വളരെ വിരളമായിട്ടുള്ള ഈ ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് കേരളത്തിൽ ആദ്യമായിട്ട് കാലിക്കറ്റ്, അതും കാലിക്കറ്റ് സിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന പന്തീരങ്കാവിൽ തന്നെയാണ് ഈ ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് വരുന്നത്. സാധാരണ ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് എന്ന് പറയുന്നത് തന്നെ അവിടെ സെൽഫ് സസ്റ്റൈനബിലിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സെൽഫ് കമ്മ്യൂണിറ്റി അതിൽ നിന്ന് തന്നെ റൺ ചെയ്യുന്ന രൂപത്തിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു 100-ലധികം അമ്യൂണിറ്റീസ് ഇതിനുള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതും ഒരു ഹൈ എൻഡ് ലക്ഷറി വില്ലാസും അതോടൊപ്പം ആ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും 5 സ്റ്റാർ ഹോട്ടലും അതും ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു വേൾഡ് ക്ലാസ് ബ്രാൻഡായിട്ടുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് ഇതിനകത്ത് വരുന്നത്. അതായത് നമ്മൾക്ക് ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് വരുമാനം കിട്ടുന്ന രീതിയിലാണ് ഈ ടൗൺഷിപ്പിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൽ നിന്നുള്ള വരുമാനമാണെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ ഈവൻ ലാസ്റ്റ് ബ്രീത്ത് വരെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ റിട്ടേൺസ് നമ്മളിലേക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ റിട്ടേൺസ് സംവിധാനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗ്രീൻ സിറ്റി പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എൻഹാൻസ്ഡ് സെക്യൂരിറ്റിയാണ്. ദാറ്റ് മീൻസ് പിന്നെ അതിനകത്ത് ഇപ്പോൾ പോലും ചുണ്ടിലേക്ക് കയറാൻ പറ്റും, വലിയലിക്ക് പോലും കയറാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് നമ്മളത് 10 അടി ഉയരത്തിൽ തന്നെ ചുറ്റും കംപ്ലീറ്റ് ചെയ്ത് ടൈറ്റാക്കി, സെക്യൂരിറ്റി ടൈറ്റാക്കി. അതുപോലെ CCTV ഒബ്സർവൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഇനിയും ഒരുപാട് സെക്യൂരിറ്റി സിസ്റ്റം വരും. വീടുകളെല്ലാം വന്നെല്ലാം കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അബ്സല്യൂട്ട് സെക്യൂരിറ്റി ആയിരിക്കും, എൻഹാൻസ്ഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ അവർ മുടക്കിയ പണത്തിനും അതിന് ഈ പറഞ്ഞതുപോലെ അവരുടെ പേരിൽ തന്നെ ഓൾറെഡി എല്ലാം രജിസ്റ്റർ ചെയ്ത് പിന്നെ പൊക്കൂരും എല്ലാം ചെയ്ത് അവരുടെ പേരിൽ തന്നെ കിട്ടി. അതും അബ്സല്യൂട്ടായിട്ട് സുരക്ഷിതത്വമായിരിക്കും. അപ്പോൾ മുടക്കിയ പണത്തിനും ജീവിക്കുന്നതിനും എല്ലാം. പിന്നെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ കൂടെ ഒരു ട്രസ്റ്റ് കൂടെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ട്രസ്റ്റ് കൂടെ പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യം വെച്ചാൽ ഈ ഹോട്ടൽ മറ്റുള്ള ഈ എല്ലാത്തിൽ നിന്നും കിട്ടുന്ന വരുമാനങ്ങൾ ആർക്കൊക്കെയാണോ പോകേണ്ടത്, ആ ഷെയർസ് അനുസരിച്ച് വരുമാനങ്ങൾ പോകേണ്ടത് അത് ട്രസ്റ്റായിരിക്കും അതാത് മാസം എടുത്തിട്ട് അതാത് ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹോട്ടലിലാണെങ്കിൽ 100 പേരാണെങ്കിൽ അവർ ഈ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ വരുമാനങ്ങളും ഈ ട്രസ്റ്റ് അതാത് മാസം കളക്ട് ചെയ്തിട്ട് അവരവരുടെ അക്കൗണ്ടിൽ എത്തിച്ചു കൊടുക്കും. അപ്പോൾ അതിനകത്ത് അവർ അവിടെ താമസിക്കുന്നവരാണ്. അപ്പോൾ അവരതിനകത്ത് കയറി കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഇനി പ്രായമായി വരുമ്പോഴത്തേക്ക് അവിടെ 24 hours ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്. നമുക്കൊരു വെൽനസ് സെൻ്ററും ഉണ്ട് അതിനകത്ത്, ന്യൂട്രീഷൻ തെറാപ്പിയുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും ഡോക്ടറും നേഴ്സും കാണും. അപ്പം ഈ പ്രായമാകുന്ന ആൾക്കാർ അവിടെ പോയി നോക്കാനാണെങ്കിലും ശരി, ഇനി അവർ വീണ്ടും പ്രായമായി ഈ പറഞ്ഞ പോലെ ബെഡ് റിഡനായി പോയാൽ പോലും, ഇപ്പോൾ അതിൽ ഹസ്ബൻഡോ വൈഫോ മരിച്ചു, ഒരാൾ ഒറ്റപ്പെട്ടു പോയി, മക്കളൊക്കെ പുറത്താണ്, എന്നാൽ പോലും കംപ്ലീറ്റ് നോക്കി. അപ്പം ജീവിത അവസാനം വരെ അതിനകത്ത് അബ്സല്യൂട്ട് സുരക്ഷിതത്വം എന്ന് പറയുന്ന ജീവിച്ചു പോകാനുള്ള കാശും വരും, ജീവിക്കുകയും ചെയ്യാനായിട്ട് പറ്റും, നോട്ടവും കിട്ടും. പിന്നെ അതിനകത്ത് തന്നെ അപ്പം സൂപ്പർ മാർക്കറ്റും ബാക്കി ഷോപ്പിംഗ് കോംപ്ലക്സും എല്ലാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രപ്പോസലിന് വേണ്ടി വെച്ചിരിക്കുന്നത് അതിനകത്തൊരു പ്രത്യേക ഒരു ഹെലിപ്പാഡും ഒക്കെ ശരിയാക്കിയിട്ട് ഞാൻ ഹെലികോപ്റ്ററിൻ്റെ വിലയൊക്കെ എടുത്തിട്ടേക്കുന്നു. അപ്പോൾ 11 കോടിയുടെ ഹെലികോപ്റ്ററുണ്ട്, 3.5 കോടിയുടെ ഹെലികോപ്റ്ററുണ്ട്. അപ്പോൾ അത് ഇവർക്ക് വേണമെങ്കിൽ കമ്പൈൻഡായിട്ട് ചെയ്യാം. അതിന് ആവശ്യമില്ലാത്ത സമയത്ത് എയർ ടാക്സി ആയിട്ട് ഉപയോഗിക്കാം. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർക്ക് വീതിച്ചെടുക്കാം. ശരിക്ക് ലൈഫ് ലൈൻ ഗ്രീൻ സിറ്റിയുടെ പ്രോജക്റ്റിൽ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ആ ടെറൈനെ ആ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ടൗൺ സിറ്റിക്ക് അകത്ത് തന്നെ നിൽക്കുന്ന ഒരു അബാൻഡൻഡായ കിടന്ന പോലെയുള്ള ഒരു ടെറൈനെ എടുത്ത് ഒരു സ്വിറ്റ്സർലൻഡ് മാതൃകയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. അതാണ് ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരാൾക്കൊരു അസുഖം ഉണ്ടായി വലിയ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് റീച്ച് കിട്ടും. ഇപ്പോൾ ലോകത്തിൽ ഇനി വരാൻ പോകുന്ന സംവിധാനത്തിൽ ഏറ്റവും ഇതായിട്ടിരിക്കും. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ എല്ലാ ദിവസവും എയർപോർട്ട് ഷട്ടിൽ, ഇതിപ്പം പുതിയ റോഡ് കൂടെ വരുന്നതോടുകൂടി ഇവിടുന്ന് ഏതാണ്ട് ഒരു 12-14 മിനിറ്റ് കൊണ്ട് എയർപോർട്ടിൽ ചെല്ലും. അപ്പം എയർപോർട്ടിൻ്റെ ഏറ്റവും അടുത്ത സംഭവമായിട്ട് മാറും ഇത്. അതിനോട് ചേരെ വളരെ വീതിയുള്ള ഗ്രീൻ ഫീൽഡ് ഹൈവേ വരുന്നുണ്ട്. അപ്പം സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ അതിനകത്ത് വരുന്ന ലാഭമെല്ലാം അവരവരുടെ ഇതിൽ തന്നെ വന്ന് അവരവർക്ക് തന്നെ അത് എൻജോയ് ചെയ്യാം. അതെല്ലാം പ്രത്യേകമായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ട്രസ്റ്റീസും എല്ലാം നോക്കി നല്ല കൊടുക്കേണ്ട ടാക്സ് എല്ലാം കൊടുത്ത് വളരെ ക്രമപ്രദമായിട്ട് കൊടുക്കുന്ന രീതിയായിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് വേറെ കുറേ മെത്തേഡുകളുണ്ട്.
ഇപ്പം നമുക്കവിടെ വേണേൽ ക്ലൗഡ് കിച്ചൺ ഉണ്ട്, ഓൾറെഡി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആവശ്യമുള്ള ഫുഡെല്ലാം അതിലുണ്ടാക്കി എടുത്തിട്ട് ഓരോ വീടുകൾക്കും സപ്ലൈ ഉണ്ടാകും ഫുഡ്. അപ്പോൾ അവർ പ്രിഫർ ചെയ്തേക്കുന്ന ഫുഡിൻ്റെ സപ്ലൈ ഉണ്ടാകും. അതുകൂടാതെ പുറത്തേക്കും കൊടുക്കുന്നുണ്ടാവും. പുറത്തേക്ക് അപ്പോൾ അതിൽ നിന്ന് തന്നെ മിക്കവാറും എംപ്ലോയീസിൻ്റെയൊക്കെ ശമ്പളങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ഈ പറഞ്ഞ പുറത്തേക്ക് കൊടുക്കുന്ന ഫുഡിൽ നിന്നുമെല്ലാം. അപ്പോൾ ആ ട്രസ്റ്റ് തന്നെ ഒരു ബിസിനസ് കൂടെ ചെയ്യുന്നുണ്ടാവും. പിന്നെ തന്നെ അവിടെ നമ്മൾ ഇതൊരു ഗ്രീൻ സിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് ഫ്രൂട്ട് ട്രീസ്, ഒരു വീടിനൊരു 10 ഫ്രൂട്ട് ട്രീ എങ്കിലും വെച്ച് ഓൾറെഡി തന്നെ അത് എല്ലാം കൊണ്ട് വെച്ച് കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം വളർന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ആദായം തരുന്ന എന്നാൽ ഏറ്റവും മോസ്റ്റ് മോഡേൺ വീടുകളുമാണ്. അപ്പം ഇതും പിന്നെ എല്ലാം നോക്കാനും നടത്താനും ഒക്കെ ആയിട്ട് പ്രത്യേകം ഗാർഡനറും ആദായം എടുക്കാനും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഈ ചുറ്റുമതിലെന്ന് പറയുന്നത് 2 കിലോമീറ്റർ വരും. അവിടെ നമ്മൾ ചെയിൻ ലിങ്ക് ഫെൻസിങ് 10 അടി ഉയർത്തി ഇട്ടിട്ട് ഫാഷൻ ഫ്രൂട്ട്സ് ഇട്ടേക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മതിലിനെ കഴിഞ്ഞും കൂടുതൽ വിലയ്ക്കാണ് ഇത് വിൽക്കാൻ പറ്റുന്നത്. അതിൽ പല സാധനങ്ങളും നമ്മൾ അവിടെ തന്നെ നമ്മുടെ ഈ ക്ലൗഡ് കിച്ചണിലെ വിഭവങ്ങളാക്കിയായിരിക്കും പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് നമുക്ക് നല്ല റവന്യൂ വരും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാട്ടർ ഹാർനസിങ്, നമുക്കിപ്പം റെയിൻ വാട്ടർ കംപ്ലീറ്റ്ലി അവിടെ നിന്ന് ഹാർനസ് ചെയ്ത് അതിനകത്ത് തന്നെ നമുക്ക് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല, ആവശ്യത്തിൽ കൂടുതൽ വെള്ളം വരും. അതേപോലെ തന്നെ STP മുതലായിട്ടുള്ള എൻവയറമെൻറ്റലായിട്ടുള്ള ഏറ്റവും ആധുനിക സൗകര്യങ്ങളായിരിക്കും. അപ്പോൾ ഏറ്റവും വളരെ പ്ലാൻഡ് ഒരു സിറ്റി ആയിട്ടാണ് നമ്മളതിനെ കൺസീവ് ചെയ്തിരിക്കുന്നതും. പിന്നെ നടത്തിക്കുന്ന ആ ഒരു ടീം ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ച് വിദഗ്ധരെ വെച്ചിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യം ഏറെയുള്ള ഈ വില്ലകൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത ഏറെ പ്രത്യേകതകളുണ്ട്. സ്മാർട്ട് ഹോം എന്ന കൺസെപ്റ്റിൽ ഉരുത്തിരിഞ്ഞ ഈ വില്ലകളിൽ നിന്ന് തിങ്കിംഗ് ഹോം എന്ന വ്യത്യസ്ത ആശയമാണ് നടപ്പിലാക്കുന്നത്. ഈ വില്ല പ്രോജക്റ്റിൽ അംഗമാകുന്ന ഓരോരുത്തർക്കും അവരവരുടേതായ വരുമാനം ലാഭവിഹിതമായി ലഭിക്കുന്ന വ്യത്യസ്ത ആശയമാണുള്ളത്. ഡോക്ടർ PP വിജയൻ കഴിഞ്ഞ 20 വർഷക്കാലമായി സംരംഭകരെ വളർത്തുന്നതിനുള്ള പരിശീലന പരിപാടികളാണ് നടത്തി വരുന്നത്. ഇപ്പോൾ അദ്ദേഹം തൻ്റെ 2 പതിറ്റാണ്ട് കാലത്തെ എക്സ്പീരിയൻസ് ഭാരതത്തിലും വിദേശങ്ങളിലുമായി അദ്ദേഹം സന്ദർശിക്കുകയും നേടിയെടുക്കുകയും ചെയ്ത ആ എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഒരു വലിയൊരു പദ്ധതിയുമായാണ് കോഴിക്കോട്ട് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിഭാവനം ചെയ്ത ഒരു ടൗൺഷിപ്പാണ് കാലിക്കറ്റ് ലൈഫ് ലൈൻ ഗ്രീൻ സിറ്റി. ഇപ്പോൾ ഫെസിലിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 10-60 ഫെസിലിറ്റിയെങ്കിലും നമുക്ക് മിനിമം ഉണ്ടാവും. പിന്നെ ഫെസിലിറ്റി അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫെസിലിറ്റി, സെക്യൂരിറ്റി സിസ്റ്റം, സ്മാർട്ട് ഹോം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ കാറിൻ്റെയൊക്കെ പ്രത്യേക ലേറ്റസ്റ്റ് ഒരു കഴിഞ്ഞ 2 വർഷത്തിനകത്ത് ഇറങ്ങിയിരിക്കുന്ന കാറിനൊക്കെ തിങ്കിങ് കാർ എന്നാണ് പറയുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് തിങ്കിങ് ഹോം ആകാം. അപ്പം കീലെസ് എൻട്രിയാണ്, അതായത് ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്കൊന്നും അതിനകത്ത് കയറാനായിട്ട് ഓൾറെഡി തന്നെ ഫേസൊക്കെ ഫീഡ് ചെയ്തിട്ടേക്കുന്ന ആൾക്കാർക്ക് കീ ഒന്നും വേണ്ട. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്കാർ ജസ്റ്റ് വരണമെങ്കിൽ മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന ഈ ഒരുപാട് ഫ്രീ ഫാബ് ടെക്നോളജി അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ ഈ പറഞ്ഞ സിമെൻറ്റും കല്ലും എല്ലാം വീട്ടിലിങ്ങനെ വലിച്ചു കയറ്റുന്നതിന് പകരം വീടുകൾ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം അതിനകത്ത് കുറയും. പിന്നെ ഞങ്ങൾ കണ്ടേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീട് വെക്കുന്നത് അതിനകത്ത് എല്ലാവരും ഒന്നിച്ചാണ് വീട് വെക്കുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനി കൊടുക്കുന്ന ഹ്യൂജ് ഓർഡറായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ അത് തന്നെ ഒരു 10-20% നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അതിനകത്ത് ഏറ്റവും ഫൈനസ്റ്റ് ടെക്നോളജി. പിന്നെ ഇപ്പോൾ നമ്മളതിനെ ബാംഗ്ലൂരിൽ നിന്നൊരു ഏജൻസിക്ക് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ്ലി ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാനായിട്ട് കൊടുത്തേക്കാണ്. അപ്പം അത് ബാംഗ്ലൂരും മറ്റുള്ള സിറ്റികളിലും എല്ലാം നോക്കിയിട്ട് ഇവിടത്തേക്ക് ഏറ്റവും അനുയോജ്യമായ പല മോഡൽസ് ഇപ്പോൾ അവർ റിസർച്ച് ചെയ്ത് തന്നു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജോലി കൺസ്ട്രക്ഷൻ അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ട് എക്സ്പേർട്ടായിട്ടുള്ള ഒരു കമ്പനിയെ തന്നെയാണ്. അവരും എൻ്റെ ക്ലാസ്സൊക്കെ പഠിച്ചിരുന്ന ആൾക്കാരാണ്. പിന്നെ കെൻഡ് കൺസ്ട്രക്ഷൻസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എടുക്കുമ്പോൾ മുതലേ അവരുടെ ഗൈഡൻസ് ഉണ്ട്. ടെക്നിക്കലായിട്ടുള്ള കാര്യം അവരുടെ എൻജിനീയേഴ്സ് വന്ന് നോക്കുകയൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും അവരുമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ എൻജിനീയേഴ്സും അവരും എല്ലാമായിട്ടൊരു ടീമായിട്ട് ഇരുന്നിട്ടാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പം പിന്നെ അവിടെ വെച്ചേക്കുന്ന ഫലവർഗ്ഗങ്ങളൊക്കെ ആണെങ്കിലും ശരി, ഏറ്റവും കിട്ടാൻ ബെസ്റ്റ് നഴ്സറി എന്നാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പച്ചപ്പെന്ന് പറയുന്ന ഒരു ഗ്രീൻ ഇഫക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ പറഞ്ഞ പോലെ ഗ്രീൻ സർട്ടിഫിക്കേഷനും എല്ലാം എടുത്തുകൊണ്ടായിരിക്കും, അതും എല്ലാം ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ചെയ്യുന്നത്. പിന്നെ നമ്മൾ സോളാർ സിസ്റ്റം. അപ്പോൾ സോളാർ സിസ്റ്റം പകലുള്ളത് നമ്മളെടുത്ത് ഗവൺമെൻറ്റിന് KSEBക്ക് കൊടുത്തിട്ട് രാത്രി KSEB ഇങ്ങോട്ട് തിരിച്ചെടുക്കാവുന്ന ഒരു രീതിയിലായിരിക്കും. ഇപ്പോൾ തന്നെ വെള്ളം നമ്മൾ അതിൻ്റെ അടുത്ത് നമ്മൾ
താഴ്വരെ തന്നെ കുറച്ച് സ്ഥലം വാങ്ങിച്ച് അവിടെ വലിയ കുളമൊക്കെ എടുത്ത് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ആ വെള്ളം നമ്മൾ അടിച്ച് കയറ്റിയതാണ് അതിൻ്റെ മുകളിൽ ഫിഷൊക്കെ വളർത്താനായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇലക്ട്രിസിറ്റിയും റോഡൊക്കെ ഏറ്റവും നല്ല റോഡായിട്ടാണ് നമ്മളിവിടെ ഇട്ടേക്കുന്നത്. ബേസിക് സൗകര്യങ്ങളെല്ലാമായി. പിന്നെ വീടുകൾ പണിയുന്നൊരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ ഈ കുറച്ച് ചെരിവുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ടെറൈനുള്ളിടത്ത് സ്വിറ്റ്സർലൻഡ് മോഡൽ, അപ്പോൾ ഈ ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ ആ മണ്ണിനെ ഒട്ട് കളക്കാതെ തന്നെ ആ മോഡലിൽ തന്നെ പണി. അപ്പോൾ മുകളിൽ നിന്നാണെങ്കിൽ 2ാമത്തെ നിലയിലേക്കായിരിക്കും വണ്ടി ഓടിച്ച് കയറ്റുന്നത്. എന്നിട്ട് സ്റ്റെയർ കേസ് വഴി താഴേക്ക് ഇറങ്ങി പോകുമായിരിക്കും. അപ്പോൾ ചിലയിടത്ത് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അടിഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് സ്റ്റെയർ കേസ് കയറി പോകുന്ന രീതിയിലായിരിക്കും. അപ്പം നമുക്ക് ആ മണ്ണിനെ ഒന്നും ചെയ്യണ്ട, മണ്ണിനെ ഒന്നും ചെയ്യാതെ പ്രകൃതിക്ക് ഒരാഘാതവും വരാതെ അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ ഈ വളരെ സുരക്ഷിതമായിട്ടിരിക്കുക. നമ്മളതിനെ ഇവിടെ കിട്ടാവുന്ന ഏറ്റവും വലിയ രീതി ഉപയോഗിച്ച് നമ്മളതിനെ മൊത്തം സോയിൽ ടെസ്റ്റ് നടത്തി 10-200 സ്ഥലം എടുത്ത് ഡ്രില്ല് ചെയ്തിട്ടാണ് എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും ലാറ്ററേറ്റാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള. അതിനെക്കുറിച്ച് എല്ലാ നേരത്തെ പഠനമെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വളരെ സേഫായിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മുകളിലേക്ക് ചെയ്യാനായിട്ട് നമുക്കിപ്പം നമ്മൾ ഗവൺമെൻറ് സിവിൽ ഏവിയേഷന് വേണ്ടി കൊടുത്തിരുന്ന 72 ഫ്ലോർസ് വരെ അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. 72 നില വരെ പോയി. ഇപ്പോൾ നമ്മൾ പദ്ധതി ഇട്ടേക്കുന്ന 26 നിലയാണ് ഇപ്പോൾ ഏറ്റവും കൂടിയത് കണ്ടേക്കുന്നത്. 72 നില വരെ പോകാനായിട്ടുള്ള അപ്രൂവൽ നമുക്കുണ്ട്. ഇതൊരു പങ്കാളിത്തത്തോടു കൂടി ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു 10 മോഡൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അതിനകത്ത് ഈ പിന്നെ പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ഡെവലപ്മെൻറ്റ് മോഡലുണ്ട്. അതിനകത്തെന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെടുന്നവരെല്ലാവരും അതിനകത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സും പാർട്ട്നേഴ്സും ആയിരിക്കും. അവരവർ അർഹിക്കുന്നതിൻ്റെ എല്ലാം അവരവർക്ക് കിട്ടും. ഒരു പർട്ടിക്കുലർ ആളിന് അതിൻ്റെ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു മോഡലാണ് നമ്മളിതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മോഡലുകൾ ഇപ്പോൾ ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മോഡലുകൾ ഒരുപാട് സ്ഥലത്തു നിന്ന് ഇപ്പം മറ്റ് ജില്ലകളിൽ നിന്നെല്ലാം ഇതുപോലെ പ്രൊപ്പോസൽസ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പം പ്രോപ്പർട്ടിയുടെ ആൾക്കാരാണ് കൂടുതലും ബന്ധപ്പെട്ട് നിൽക്കുന്നതും ഒക്കെ പ്രോപ്പർട്ടി വന്ന് കിടക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ അങ്ങ് എടുക്കുകയല്ല ചെയ്യുന്നത്. അവിടെ നമ്മളുടെ ഒരു ടീം ഇരുന്ന് ഇതെല്ലാം ഞങ്ങൾ നോക്കി നടത്തിക്കോളാം, അപ്പോൾ ഞങ്ങൾക്കിത് വേണം എന്നും പറഞ്ഞൊരു ടീം ഒത്തു കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു 2-3 പ്രാവശ്യമെങ്കിലും ക്ലാസ്സൊക്കെ എടുത്ത് ഇതിൻ്റെ എല്ലാ വശങ്ങളും എല്ലാം പഠിപ്പിച്ചതിന് ശേഷം അതിൽ തന്നെ ഫുൾ ഹാർട്ടഡായിട്ട് പാഷനേറ്റായിട്ട് വരുന്ന ഒരു 10-100 പേരെ നിർത്തിക്കൊണ്ടായിരിക്കും നമ്മളെപ്പോഴും. ഇനിയും എനിക്ക് തോന്നുന്നൊരു 10-14 ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു 2 വർഷം കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നിടത്ത് എല്ലാം സംഭവിക്കാൻ പോകുന്ന ഇതാണ്. അവരോട് തന്നെ ഇപ്പോൾ ഓർഗനൈസ് ചെയ്യാൻ പറഞ്ഞു വിട്ടേക്കുക. അപ്പോൾ ഓർഗനൈസ് ചെയ്ത് വരണം. നല്ല സൂപ്പറായിട്ടുള്ള ഇപ്പോൾ കുറേ റിസോർട്ടുകൾ എടുക്കാനായിട്ടുള്ള ഉള്ളതല്ല, തുടങ്ങാനായിട്ടുള്ള പ്രപ്പോസൽസ് വന്നിട്ട് അവർ തന്നെ ചേർന്ന് സ്റ്റഡി നടത്തി ടെക്നിക്കൽ കാര്യമായിരിക്കും ഞാനും ഈ ടീമുകളും ചേർന്നിരുന്നുകൊണ്ട് ചെയ്ത് വിജയിപ്പിക്കാനായിട്ട് നോക്കുന്നത്. ഭാവിയെ കണ്ടുകൊണ്ട് മുൻകൂട്ടി തയ്യാറാക്കിയ അതിമനോഹരമായ ഒരു സൃഷ്ടി തന്നെയാണ് ലൈഫ് ലൈൻ ഗ്രീൻ സിറ്റി പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാവുന്നതാണ്. കോഴിക്കോട് നഗരത്തോട് അടുത്തു നിൽക്കുന്ന ലൈഫ് ലൈൻ ഗ്രീൻ സിറ്റി പ്രോജക്റ്റിൽ 115 വില്ലകൾ, 300 അപ്പാർട്ട്മെന്റുകൾ, 200 മുറികൾ ഉൾപ്പെടുന്ന 5-സ്റ്റാർ ഹോട്ടൽ, എക്സ്പോ സെന്റർ, കൺവെൻഷൻ സെന്റർ, അമ്യൂണിറ്റി സെന്റർ, സൂപ്പർ മാർക്കറ്റ്, സ്പോർട്സ് കോംപ്ലക്സ്, ജിംനേഷ്യം, ഇൻഡോർ ഔട്ട്ഡോർ കോർട്ടുകൾ, മെഡിറ്റേഷൻ ഹാൾ, കോഫി ഷോപ്പ്, സ്വിമ്മിംഗ് പൂൾ എന്നിങ്ങനെയുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംരംഭകർ തങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ട്രസ്റ്റ് തയ്യാറായിരിക്കുന്നത്. ഈ 18 ഏക്കറിൽ വരുന്ന ടൗൺഷിപ്പിലെ മെയിൻ അട്രാക്ഷൻ ഞാൻ നോട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഒരു 5-സ്റ്റാർ കാറ്റഗറി ലെവലിലുള്ള 2 ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ 20-ൽ പരം നിലകളിലുള്ള ഒരു ഹോട്ടൽ സമുച്ചയം. ഇന്ന് കോഴിക്കോട്ട് ഏറ്റവും ആവശ്യമുള്ളതാണ്. റൂമുകൾക്ക് ആവശ്യമായ റൂമുകൾ കിട്ടാനില്ല എന്നുള്ളത്. എയർപോർട്ട് ഒരു ദിവസം ഒരു എയർപോർട്ടിൽ ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ആയാൽ അവർക്ക് അക്കോമഡേഷൻ കൊടുക്കാൻ പറ്റുന്ന ഹോട്ടലുകളും അക്കോമഡേഷൻസ് ഇവിടെ ഇല്ല, അഡിക്വേറ്റ് ആയിട്ടില്ല. അത് നിലനിർത്താൻ വേണ്ടി ഈ ഡോക്ടർ വിജയൻ്റെ ഈ ഗ്രീൻ സിറ്റിയിൽ വരുന്ന ഈ ഒരു 5-സ്റ്റാർ ഹോട്ടലിന് സാധിക്കും. അതിവിടെ ഏറ്റവും അത്യാവശ്യമാണ്. GMI പോലെയുള്ള സംഘടനയിലെ അതിലെല്ലാ അംഗങ്ങളും ഇതിന് ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടും സഹകരണങ്ങളും ഈ ഹോട്ടൽ വരുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരുപാട് കൺസൾട്ടൻസി അഡ്വൈസ് കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രോജക്റ്റുകൾ ഒരുപാടാണ് എന്നെ കൊണ്ടുവന്ന് കാണിക്കാറുണ്ട്. അപ്പം ഈ നമ്മൾ കോഴിക്കോട് പന്തീരങ്കാവിലെ ഈ ലൈഫ് ലൈൻ പ്രോജക്റ്റിൽ അത്രയും ഭംഗിയുള്ള എസ്തെറ്റിക് ബ്യൂട്ടിയുള്ള അത്ര ഒരു എൻവയറമെൻ്റൽ സപ്പോർട്ടുള്ള ഒരു പ്രോപ്പർട്ടി എനിക്ക് ഇന്ന് വരെ കേരളത്തിനകത്ത് ഒരിടത്തും കാണാൻ പറ്റിയിട്ടില്ല. അത്രയും എൻചാൻറ്റിങ് ആണ്. അത് പോയി നമ്മളത് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. പടം കണ്ടാലൊന്നും നമുക്ക് അത്രയും മനസ്സിലാകത്തില്ല. അവിടെ വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ട അവിടെ ഒരു 20 നില കെട്ടിടമൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള എന്തൊരു വ്യൂ ആയിരിക്കും. അപ്പോൾ അതൊരു തന്നെയല്ല, അതിനകത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക വൈബാണ്.
ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അത് ഒരു അതിശക്തമായ ഒരു പോസിറ്റീവ് എനർജിയുടെ കേന്ദ്രമാണ്. അപ്പോൾ അവിടെ താമസിക്കാൻ വരുന്ന ആൾക്കാരും, അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരൊക്കെ വരുന്നത് വർഷങ്ങളായിട്ട് ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവരും നല്ല പോസിറ്റീവ് എനർജിയുള്ള ആൾക്കാരും, അവർ തങ്ങളെല്ലാവരും പരസ്പരം അറിയാവുന്ന ആൾക്കാർ. മറ്റ് ടൗൺഷിപ്പ് പോലെയല്ല, എല്ലാവരും വളരെ നേരത്തെ തന്നെ അറിയുകയും അടുപ്പവും എല്ലാമുള്ള ഒരു ഗ്രൂപ്പാണ് വരുന്നത്. അപ്പം ഒരു ഭയങ്കര ഹൈ സൂപ്പർ ആംബിയൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ നമ്മുടെ മക്കൾ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് ഇവിടെ, നമ്മുടെ ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ഞാൻ പറയുക, പേരൻസ് ഇവിടെയാണ്, മക്കൾ വേറെ രാജ്യങ്ങളിലൊക്കെ പോയി കിടക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ആ ഒരു ഭംഗി മാത്രം അവരെ ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും, ആകർഷിച്ച് എൻജാൻറ്റ് ചെയ്ത് വരുത്താനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഒരു സംഭവം. പിന്നെ നമുക്ക് രണ്ടാമത്തെ കാര്യം, ഒഴിഞ്ഞു വരുന്ന എപ്പോൾ ഒഴിഞ്ഞു വന്നു കഴിഞ്ഞാലും അവിടെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ആ പ്രദേശത്തോടെ വരുവാണെങ്കിൽ അവിടെ വന്ന് താമസിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു മാഗ്നറ്റിക് ഇമ്പാക്റ്റ് ആ ഒരു പ്രോപ്പർട്ടിക്കുണ്ട്. അതാണ് എന്നെയും അട്രാക്റ്റ് ചെയ്തത്. ഇപ്പം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന അട്രാക്ഷൻ ഞാൻ പറഞ്ഞപ്പോൾ എനിക്കും അവിടെ എന്തുകൊണ്ട് വായി എന്ന് ചോദിച്ചപ്പോൾ എനിക്കുണ്ടായ അട്രാക്ഷനും അത് തന്നെയാണ്. അപൂർവങ്ങളായ ഒരു പ്ലേസാണ്. ഈ ലൈഫ് ലൈൻ ഗ്രീൻ സിറ്റി ട്രസ്റ്റ് എന്നാണ് ഈ ട്രസ്റ്റിൻ്റെ പേര്. ഈ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഈ 1882 ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനെ അഴിക്കാൻ പറ്റത്തില്ല. അതങ്ങനെ അഴിയാതെ അങ്ങനെ അങ്ങ് പോകും, എത്ര കാലം വേണമെങ്കിലും അങ്ങ് പോകും. ഒരുപാട് ഫ്ലാറ്റുകളൊക്കെ വെച്ചിരുന്നവർക്കല്ല ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻസ് അവരുമായിട്ട് ഒരുപാട് കേസുകൾ കോടതികളാണ്, ഒരുപാട് കേസുകളുണ്ട്, ചെറിയ കാര്യത്തിൽ പോലും കേസുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു കൃത്യമായ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ എഴുതി ഒരു ട്രസ്റ്റാക്കി വെച്ച് ട്രസ്റ്റിന് ഒരു ഭരണസമിതിയും കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ തന്നെയല്ല അതിനകത്ത് വന്നിരിക്കുന്ന പ്രോപ്പർട്ടിക്കകത്ത് ഏതാണ്ട് ഒരു 20 lakhs പെർ 8 സെൻറ്റ് സ്ഥലമുള്ള ഒരാളിന് ട്രസ്റ്റിനകത്ത് അയാളുടെ സ്വത്ത് 20 lakhs-ആണ്. ചുമ്മാ മെമ്പർഷിപ്പ് അല്ല, 20 lakhs-ൻ്റെ പ്രോപ്പർട്ടി ആയൊക്കെ അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സംരക്ഷിക്കാനും എത്ര കാലം പോയാലും സംരക്ഷിക്കാനും പിന്നെ ആ റൂളുകൾ മാറ്റം ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിൽ വളരെ കൃത്യമായി റൺ ചെയ്ത് പോകാനായിട്ട് മൊത്തം ഒരു അഡ്മിനിസ്ട്രേഷൻ വേണമല്ലോ, ടോട്ടലായിട്ടൊരു അഡ്മിനിസ്ട്രേഷൻ വേണമല്ലോ. അപ്പോൾ അത് സാധാരണഗതിയിൽ ഇതെല്ലാം വെച്ചതിന് ശേഷം ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അത് അവരിതിനെക്കുറിച്ച് പഠിക്കാതെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ വന്നതിന് ശേഷം ആവശ്യങ്ങൾ നോക്കുകയാണ്. അങ്ങനെയല്ല, ഇത് തുടക്കം മുതൽ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം വെച്ച് പൂർണ്ണമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് പാർലമെൻറ്റും സുപ്രീം കോർട്ടൊക്കെ നടക്കുന്നത് എങ്ങനെയാണ് എന്നതുപോലെ തന്നെ ആദ്യമേ തന്നെ നമ്മളൊരു ബേസിക് ഡോക്യുമെൻറ്റ് എങ്ങനെ അതിനകത്ത് ഫങ്ഷൻ ചെയ്യണം, എങ്ങനെ അതിനകത്ത് പണം വരണം, എങ്ങനെ പൈസ പോകണം, ആര് ഓഡിറ്റ് ചെയ്യണം, നടത്തണം, ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ. അപ്പോൾ അതിനകത്ത് ട്രസ്റ്റിനകത്ത് ഇരുന്നുകൊണ്ട് മോശം കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുറത്ത് പോകേണ്ടതായിട്ട് വരും. അതിനുള്ള പവേഴ്സ് എല്ലാം ട്രസ്റ്റിനുണ്ട്. അപ്പോൾ ഒരു പൂർണ്ണമായിട്ടും ഒരു ഡെമോക്രാറ്റിക് ഇതിൽ തന്നെ, അത് പൊളിറ്റിക്സ് ഒന്നും അതിനകത്ത് കയറില്ല, ഡെമോക്രാറ്റിക് ഇതിൽ തന്നെ ഒരാൾ പ്രോപ്പർട്ടി അതിനകത്ത് വിൽക്കുകയാണെങ്കിൽ അതോടുകൂടി അയാളുടെ മെമ്പർഷിപ്പ് നഷ്ടപ്പെടും. അത് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് കയറി വരുന്ന ഒരാളിന് മെമ്പർഷിപ്പ് ഉണ്ടാകും. ബുദ്ധിമാന്ദ്യം വന്നിട്ടൊരു കുട്ടിയുണ്ട്, സ്വത്തുക്കളുണ്ട്, ഫാദറും മദറും മരിച്ചുപോയി. ഈ കുട്ടി ആര് നോക്കും? ഈ കുട്ടിയെ നോക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴി ആ പർപ്പസിന് വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ട്രസ്റ്റ്, അതുപോലെ തന്നെ ട്രസ്റ്റിൽ ആരും ശേഷിച്ചില്ല, ജില്ലാ കളക്ടർക്ക് ചാർജ് കൊടുക്കാനായിട്ടൊരു പ്രൊവിഷൻ കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആവശ്യം വരുമ്പം, കാരണം സ്വത്തുണ്ടല്ലോ, അപ്പോൾ ഗവൺമെൻറ് നിയമിച്ചോളും. അപ്പം ആർക്കും ഒരു ഗാർഡിയനായിട്ട് വരാനായിട്ടൊരു സൗകര്യം എപ്പോഴും നമുക്ക് ട്രസ്റ്റിനകത്ത് അങ്ങനെ ഒരു പ്രൊവിഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഈ പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരിലേക്കുള്ള മോഡൽ എടുക്കുമ്പം ഇപ്പോഴത്തെ ഒരു പുതിയ രീതി, ലോകത്തിലൊരു പുതിയ രീതി എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻകം ഏണിങ് അസറ്റ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന വീടാണെങ്കിൽ ട്രസ്റ്റിനെ ഏൽപ്പിച്ചാൽ ട്രസ്റ്റ് അത് വാടകയ്ക്ക് കൊടുത്തോളും. അപ്പോൾ അത് ഗസ്റ്റ് ഹൗസിനും കൊടുക്കാം ആൾക്കാർക്ക് വന്ന്. അപ്പോൾ നമ്മളൊരു വീട്, ഒരു വില്ല പിന്നെ 1 ഡേയിലേക്ക് ഗസ്റ്റ് ഹൗസിന് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 8,000 രൂപ 10,000 രൂപ കിട്ടും. അപ്പോൾ ഈ പലപ്പോഴും കമ്പനികൾക്കൊക്കെ ഇങ്ങനെ ഗസ്റ്റ് ഹൗസ് നോക്കിയാണ് നടക്കുന്നത്. അപ്പം 8,000 രൂപ 10,000 രൂപ വരും. ഒരു മാസം വരുമ്പോഴത്തേക്ക് നല്ല എമൗണ്ട് വരും. ഇന്ന് ഒരു ഗസ്റ്റായിരിക്കും, നാളെ വേറൊരു ഗസ്റ്റായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന അവിടെ ഹൗസ് കീപ്പിങ്ങിനും മറ്റു മെയിൻ്റനൻസിനൊക്കെ ഉള്ള പൈസ ട്രസ്റ്റ് ചാർജ് ചെയ്തതിന് ശേഷം ഹോട്ടൽ നോക്കുന്ന പോലെ തന്നെ ട്രസ്റ്റ് നോക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം അപ്പനും അമ്മയും 2 കുട്ടികളുള്ള ആൾക്കാരാണ് വീട് വെച്ച് അവിടെ താമസിച്ചത്. പക്ഷേ 20 വർഷം കഴിയുമ്പോഴത്തേക്ക് കുട്ടികളെല്ലാം യൂറോപ്പിലോ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി സെറ്റിൽ ചെയ്ത് അപ്പനും അമ്മയും മാത്രമാണ്. അപ്പോൾ ആ സമയത്തും ഈ ട്രസ്റ്റ് ആയതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ ഇവർക്ക് അന്ന് 4 മുറി വേണ്ട, 2 മുറി മതി. അപ്പോൾ 2 മുറി ആകുമ്പോഴത്തേക്കും അവിടെ ആ 2 മുറിനെ മാറ്റിയിട്ട് അത് വേണേൽ ഗസ്റ്റ് ഹൗസ് ആക്കാൻ പറ്റണം. ഇപ്പോൾ കൺസ്ട്രക്ഷന് വേണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൊണ്ട് ഇദ്ദേഹത്തിന് ഭംഗിയായിട്ട് ജീവിച്ചു പോവുകയും വേണം. എന്നാൽ ഇപ്പോൾ വളരെ പ്രൗഢമായി ജീവിക്കുക, അപ്പോൾ ഒട്ടും കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് ലാവിഷായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും.
പിന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻകം മോഡലാണ് ഞാൻ പറഞ്ഞത്. ആ മോഡൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് അത് ഒരെണ്ണം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ട്രസ്റ്റിനായിട്ട് എടുത്ത് കൊടുക്കാം. ട്രസ്റ്റിനെ നമ്മൾ ഓതറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റിന് ഇത് ഏറ്റെടുത്ത് നടത്താം. പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. രോഗിയായിട്ട് കിടന്നാലോ എന്ത് വന്നാലോ ഒരു ഗാർഡിയൻ ട്രസ്റ്റ് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം കൂടെ കണക്കൂട്ടിയിട്ടാണ് നമ്മൾ അപ്പോൾ ഇൻകം ഏണിംഗ് പൊട്ടൻഷ്യാലിറ്റിനെ ഇങ്ങനെ ചെയ്യണം, അതെല്ലാം വെച്ചിട്ടാണ് ഈ ട്രസ്റ്റിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇങ്ങനത്തെ മോഡൽ ഇല്ല. US മറ്റ് കാനഡയിലും ഉണ്ട് ഈ മോഡൽ. ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ്ലി ഗാർഡിയൻ ഏറ്റെടുക്കുന്നത്. ഞാൻ ഗ്രീൻ സിറ്റി ഈ പ്രൊജക്റ്റിൻ്റെ ഇൻവെസ്റ്ററാണ്. ഡോക്ടർ PP വിജയൻ സാറാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഡോക്ടർ PP വിജയൻ സാർ നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്ററായ എല്ലാവർക്കും ഒരുപാട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓർഗാനിക് ഫാമിംഗിലൂടെ മികച്ച ഗുണനിലവാരത്തിലുള്ള ഭക്ഷ്യോൽപാദനം നടത്തി ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാനും ട്രസ്റ്റ് മുൻകൈയെടുക്കുന്നു. ഇതിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ ലാഭവിഹിതം ലൈഫ് ലൈൻ ഗ്രീൻ സിറ്റി പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് വീതിച്ചു നൽകി അതുവഴി അവർക്കും ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നു. ഞാനൊരു ഗ്രാമത്തിൽ നിന്നും ടൗണിലേക്ക് വരാൻ തീവ്രമായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾക്ക് നല്ലൊരു ലൈഫ് ലഭിക്കണം, അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് നല്ലൊരു രീതിയിൽ കൊണ്ടുപോകണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് ആഗ്രഹിച്ചതും ഇവിടെ എടുക്കാൻ കാരണം. ഈ ഒരു പ്ലോട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു ഹീലിംഗ്, അതുപോലെ തന്നെ ഒരു റിജുവിനേഷൻ, നമുക്ക് ഇവിടെ അടുത്ത എല്ലാ ആംബിയൻസും ഉണ്ട്. ഇവിടെ ഇടയ്ക്ക് ഞാൻ വരാറുണ്ട് കേട്ടോ. മോർണിംഗ് ഈവനിങ് ഒക്കെ വരുമ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ആ മിസ്റ്റും ഒരു ആംബിയൻസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ലഭിക്കുന്ന ഒരു പ്ലോട്ട് കാലിക്കറ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു അത്ഭുതമായിരുന്നു. പക്ഷേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും വലിയ അഭിമാനം കൊള്ളുന്നു. ഒന്നാമത്തെ ഇവിടുത്തെ സൗകര്യങ്ങൾ, പിന്നെ ഏറ്റവും അടുത്ത സിറ്റിയുടെ അടുത്തും ഒരുപാട് കാര്യങ്ങൾ ഉള്ളതും, ഹോസ്പിറ്റലാണെന്നില്ല, സ്കൂളാണെങ്കിൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെ അടുത്ത് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ലക്കല്ലേ. നമുക്ക് ഇതൊരു ഭയങ്കര ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ളത് കാര്യം മനസ്സിലായി. കാര്യം നമുക്കറിയാം എങ്ങനെയായാലും സ്ഥലത്തിന് വില കൂടും, അതിലൊരു സംശയമില്ലാത്ത കാര്യം. പക്ഷേ ഇത്രയും ടൗണിൽ ഇത്രയും കാര്യങ്ങൾ അടുത്ത് വരെയും പിന്നെ ഇതുപോലെ ഹോട്ടൽ കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോൾ ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ പ്രൊജക്റ്റിൽ ഏറ്റവും ഇൻട്രസ്റ്റിങ് അതുപോലെ തന്നെ സമാധാനം തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തൃശ്ശൂരാണ്, പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് റവന്യൂ വരും. അതാണ് ഏറ്റവും ഒരു സന്തോഷമുള്ളൊരു കാര്യം. ഇപ്പം ഞാൻ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിലുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്ത 40% പ്രോഫിറ്റ്, നമുക്ക് പ്രോഫിറ്റ് ഇൻ ദ സെൻസ് പിന്നെ റിട്ടേൺ ഉണ്ടാക്കാവുന്ന ഒരു 10-30-40 മെത്തേഡുകൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അത് ഒരു സ്ഥാപനം വിൽക്കാനോ പോകത്തില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ടുവന്ന് നമ്മൾ ഒരിടത്ത് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് 68 വയസ്സ് 88 വയസ്സാകുമ്പോൾ ആ സ്ഥാപനം ഉണ്ടോ എന്ന് അങ്ങനെ അറിയാൻ പറ്റും. ഒരിക്കലും നമുക്ക് അതിൻ്റെ പുറകെ പോകാൻ പറ്റത്തില്ല. കാരണം ചിലപ്പോൾ അവർ മക്കളും അപ്പനുമായിട്ടുള്ള പ്രശ്നം കൊണ്ട് ചിലപ്പോൾ ആ സ്ഥാപനം നിന്ന് പോകാം. അപ്പോൾ നമുക്ക് വേറൊരിടത്ത് നിക്ഷേപം നടത്തിയിട്ട് അത് കിട്ടും എന്നും പറഞ്ഞ് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇക്വിറ്റിയുള്ള, നമുക്ക് ഉടമസ്ഥാവകാശമുള്ള, എന്നാൽ 10-40% നമുക്ക് റിട്ടേൺസ് കിട്ടുന്ന, ഇപ്പോൾ ബാങ്കിൽ കൊണ്ടിടുമ്പം 8%-7% അല്ലേ കിട്ടുന്നത്. ഈ 10-40% കിട്ടുന്ന വളരെ പ്രത്യേകമായിട്ട് റിസർച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളാണ് ഞാൻ അവർക്ക് കൊടുക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവർ പഠിച്ചിട്ട് അവരുടെ കൊച്ചു വരുമാനങ്ങളെല്ലാം അവരുടെ സ്വന്തം സ്വത്തായിട്ട് ഇങ്ങനെ അവർക്ക് പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങളിലിട്ടെ. അപ്പോൾ ഇട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കൊരു 10-15-20 വർഷം പോകുമ്പോഴത്തേക്ക് അവർക്കൊരു നല്ല എമൗണ്ട്, മാസം ഒരു 4-5 ലക്ഷം രൂപ, കാരണം അന്ന് 4-5 ലക്ഷം രൂപ വേണം സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ, അതിനുള്ള പൈസ അവർക്കുണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരീക്ഷണം കൂടെയാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ ആദ്യത്തെ പരീക്ഷണത്തിനകത്ത് എൻ്റെ സ്റ്റുഡൻസ് ഒരുപാട് പേർക്ക് അവർ കാശിറക്കി സ്ഥലം കിട്ടി. അതിൻ്റെ കൂടെ ഞാൻ മറ്റൊരു കമ്പോണൻറ്റ് ചേർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാസീവ് ഇൻകം വഴിയുള്ള എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ജീവിക്കാനുള്ള പൈസ കിട്ടുകയും അതിലൂടെ സുഖമായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവരുടെ ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഇതിൽ കൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് കോഴിക്കോട് ഇപ്പോൾ ചെയ്തത് വളരെ ഗ്രാൻഡ് സക്സസ് ആയിരുന്നു. അത് സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയി. അതിനകത്ത് വേറെ റിസ്ക്കുകളൊന്നും കാണുന്നില്ല, റിസ്ക് വരേണ്ട കാര്യമില്ലാത്ത ആ രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് തന്നെ നമുക്ക് മറ്റ് ജില്ലകളിൽ നിന്ന് ഒരുപാട് പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഉടനെ എടുക്കാനായിട്ടിരിക്കുന്നത് ഈ മുടങ്ങി കിടക്കുന്ന അടച്ചിട്ടേക്കുന്ന കുറേ എസ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ എസ്റ്റേറ്റുകളിനകത്ത് നമുക്കൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബൈ ലോ തന്നെ നമുക്ക് 5% വേണേൽ ടൂറിസത്തിന് മാറ്റാം. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് ടൂറിസമാണ്. ടൂറിസത്തിൻ്റെ കേരളത്തിൻ്റെ റിയൽ സാധ്യതയുടെ ഒരു 5% പോലും നമ്മളിപ്പോഴും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ടൂറിസത്തിനകത്ത് ഒരുപാട് എസ്റ്റേറ്റുകൾ, അപ്പോൾ ആ എസ്റ്റേറ്റുകൾ വന്നതിനകത്ത് ചിലതൊക്കെ നോക്കി, ഞാൻ പോയി നോക്കാറില്ല, പക്ഷേ നമ്മുടെ ആൾക്കാർ, നമ്മുടെ ശിഷ്യർ പോയി ഇങ്ങനെ നോക്കി
മുഴുവൻ ഡോക്യുമെൻ്റ് ചെയ്ത് വരുന്നുണ്ട്. ഡോക്യുമെൻ്റൊക്കെ വളരെ ക്ലിയർ ആണത്. കേരള ഗവൺമെൻറ്റുമായിട്ടൂടെ ആലോചിച്ച് ഗവൺമെൻറ് അതിനകത്ത് വളരെ താല്പര്യത്തോടു കൂടിയാണ് ഞാൻ അതിൻ്റെ മുകളിലിരിക്കുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരെല്ലാം വളരെ എന്തൂസിയാസ്റ്റിക്കാണ്. അപ്പം അതിന് ഭയങ്കര വലിയ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്നില്ല. പക്ഷേ ടൂറിസത്തിനകത്ത് നല്ല ഈൽഡ് കിട്ടാവുന്ന ചില സ്ഥലത്തൊന്നും കെട്ടിടങ്ങളും റൂമുകളൊന്നും ഇല്ല. ഫോർ എക്സാമ്പിൾ വയനാട് ജില്ലയിൽ അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വീക്കെൻഡൊക്കെ ഭയങ്കര തിരക്കാണ്. പക്ഷേ ഒറ്റ റൂം കിട്ടാത്ത ദിവസമുണ്ട്. ആ ജില്ലയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ താമസിക്കാൻ പറ്റുള്ളൂ. അത്രയും ടൈറ്റാണ്. ഇടുക്കിയിലാണെങ്കിലും അവിടെ കൊള്ളാവുന്ന അവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കഴിഞ്ഞും കൂടുതൽ ആൾക്കാരാണ് ചില മാസങ്ങളിൽ വരുന്നത്. അപ്പോൾ അതിനെ സ്പ്രെഡ് ചെയ്തെടുക്കാനൊക്കെ ഉള്ള ഓരോ രീതികളുണ്ട് ടൂറിസം മാനേജ്മെൻറ്റിനകത്ത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും എസ്റ്റേറ്റുകളുടെ സഹായത്തോടു കൂടി എസ്റ്റേറ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന അപ്പോൾ അത് കുറേ എണ്ണം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതല്ലാതെ ഈ സിമിലറായിട്ട് ടൗൺഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമുക്ക് അൾട്രാ ലക്ഷറിയാണ്. ആ സമയത്തൊരു അഫോർഡബിൾ ഹൗസിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ കൊല്ലം നല്ല ഒരു ഏരിയയാണ്. ആൾക്കാർ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തിരുവനന്തപുരം പിന്നെ ഇതുപോലെ ആലപ്പുഴ ഇവിടെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയുള്ള കാലത്ത് ഏറ്റവും വലിയ ത്രെഡ്സ് വരുന്നത് ഈ നമ്മുടെ ഒരുപാട് കുട്ടികൾ പുറത്തു പോകുന്ന കേരളത്തിൽ നിന്ന് മാത്രമൊന്നുമല്ല, നമ്മൾ അതിന് മനപ്രയാസപ്പെടുകയൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പോകുന്നതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ ഇവിടെ നമ്മൾ പേരൻസ് മാത്രമാകുമ്പോൾ നമുക്ക് വരാവുന്നൊരു കാര്യം ഇവിടുത്തെ എല്ലാ ജോലികളും അന്യസംസ്ഥാന തൊഴിലാളികളിലും ഒക്കെ വരും. അപ്പോൾ ഈ ഒറ്റപ്പെട്ട വീടുകളിൽ താമസിക്കുന്നത് ഭയങ്കര ത്രെഡാവും ഫ്യൂച്ചറിൽ. അപ്പോൾ ഫ്യൂച്ചറിലൊരു 10 വർഷത്തിന് ശേഷം മിനിമം താമസം ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കകത്താണെങ്കിലേ സുരക്ഷിതത്വമുള്ളൂ. ഇല്ല മക്കൾക്ക് അവിടെ കിടന്നാൽ ഉറക്കം വരില്ല, അല്ല പേരൻസിനെ ഇവിടുന്ന് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒറ്റപ്പെട്ട വീടുകൾ ഇപ്പോൾ ആ സിറ്റീസ് ഒറ്റപ്പെട്ട വീടുകൾ ഓക്കെയാണ്. പക്ഷേ ഫ്യൂച്ചറിൽ ഒറ്റപ്പെട്ട വീടുകൾ ഓക്കെ അല്ല, ഇറ്റ്സ് നോട്ട് ഓക്കെ അറ്റ് ഓൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു കുറച്ചുകൂടി അഫോർഡബിൾ പിന്നെ ഹൗസിംഗ് എന്ന് പറയുന്ന അതും ഞാനൊരു എൻ്റർപ്രണർ അല്ലല്ലോ. അപ്പോൾ അവർ വന്ന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന വിദ്യയാണ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഞാൻ തന്നെ ഓൾറെഡി ചെയ്ത് ലേണിങ്ങിൽ ഇട്ടേക്കുക. ഗൾഫ് റീജിയനിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നാണേലും വന്നേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഉണ്ടാക്കിയതും സിസ്റ്റം എല്ലാം അവിടെ ആയിട്ട് ലയിച്ചു പോയി. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ നമ്മൾ വെക്കുന്ന ടൗൺഷിപ്പിനകത്ത് വരാവുന്ന അപ്പോൾ അവരും കൂടെ ഉൾപ്പെട്ട് ഞാനിപ്പോൾ പലരും വിളിച്ചിട്ടൊരു യാത്ര പോലെ വെക്കുന്നുണ്ട്. GCC രാജ്യങ്ങളിലെല്ലാം അടുത്തൊരു 2 മാസത്തിനകത്ത് എല്ലാ രാജ്യങ്ങളിലും ഓരോ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവർ താല്പര്യപ്പെട്ട് അവർ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ പേരിൽ തന്നെ ഷെയർസ് എടുത്ത് ഇക്വിറ്റി എടുത്ത് അതിനകത്ത് നഷ്ടം വരാത്ത രീതിയിൽ നോക്കാനും പെർഫെക്റ്റായിട്ട് നോക്കാനുമാണ് എനിക്ക് പറ്റുന്നത്. അപ്പം എല്ലാ ജില്ലകളിലും നമ്മൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട്, കാരണം അവർക്ക് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്തൊരു മോഡൽ ഞാൻ പറയുന്നത് ഇതാണ്. ടൂറിസത്തിൽ ഒരു റവന്യൂ വരുന്ന രീതിയിൽ അവരുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ടൗൺഷിപ്പ്. ഒരു ദിവസം പോലും വീടുകൾ വെറുതെ അടഞ്ഞു കിടക്കരുത്. റോബർട്ട് കിയോസാക്കിയുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നവർക്കറിയാം, അസറ്റ് ഉണ്ട കാര്യമില്ല, അതിൽ നിന്ന് ഇൻകം വരണം. ഇൻകം ഏണിങ് അസറ്റായിട്ട് മാറ്റാനായിട്ട് അതിനൊരു വിശദമായിട്ടൊരു പഠിപ്പിക്കും. ഇത് എന്നെക്കൊണ്ട് പോയി എല്ലായിടത്തൊന്നും തീരത്തൊന്നുമില്ല, പലപ്പോഴും ചോദിക്കുന്ന എല്ലായിടത്തൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 24 ക്ലാസ് ഞാൻ ഇങ്ങനെയുള്ളത് ലേണിംഗ് ആയിട്ട് കൊടുത്തേക്കുക. അപ്പം കോസ്റ്റും കുറവാണ്, ലോകത്തുനിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് കയറിയിരിക്കുക. ഞാൻ നേരിട്ട് സംസാരിക്കുന്ന പോലെ അതിൽ രേഖകളെല്ലാം കണ്ടു തന്നെ അവർക്ക് പഠിക്കാതെ നടപ്പിലാക്കാം. അപ്പോൾ ഇതൊക്കെ വളരെ ഡെപ്തിൽ പഠിച്ചതിന് ശേഷം നമ്മൾ നടപ്പിലാക്കുന്നതായതുകൊണ്ട് അത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള മോഡലായിരിക്കും. പിന്നെ ബാക്കിയുള്ള ഈ പ്രൊഫഷണൽസിൻ്റെ സഹായം കൂടെ നമുക്കതിന് കിട്ടുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഒരു പ്രോജക്റ്റിനെ അവിടെ മാനേജ് ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചാൽ നമുക്കിപ്പോൾ കിട്ടുന്ന പോളിടെക്നിക്കിൽ നിന്ന് ഇറങ്ങിയതോ അല്ലെങ്കിൽ ബിടെക് സിവിൽ കഴിഞ്ഞ് ഇറങ്ങിയ ആൾക്കാരെ വെക്കുകയാണെങ്കിൽ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് വളരെ കുറച്ചേ അറിയത്തുള്ളൂ. അത് തന്നെയല്ല, എൻജിനീയറിംഗ് അല്ലാതെ മാനേജ്മെൻറ്റ് ടെക്നിക്സ് തീരെ അറിയത്തില്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു ഇതുണ്ട്. ഞാനിപ്പം കുറേ എക്സ്പെർട്സിൻ്റെ അടുത്ത് ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജപ്പാനീസ് മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് അവിടെ തന്നെ പോയി കിടന്ന് പഠിച്ചിട്ടുള്ളതുകൊണ്ട് തലക്കകത്ത് അതാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് വളരെ ഭയങ്കര എഫിഷ്യൻ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ഒരു 100ഓളം പിന്നെ ബിടെക്കോ അല്ലെങ്കിൽ ബിടെക് സിവിലോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉള്ളവരെ എടുത്തിട്ട് വല്ലപ്പോഴും ഒരു ഓൺലൈൻ ക്ലാസ് എനിക്ക് ബാക്കി ഫാക്കൽറ്റീസും ഉണ്ട്. അപ്പം എൻജിനീയറിങ്ങിൻ്റെ കാര്യം ഒന്ന് ബ്രഷപ്പ് ചെയ്ത് കൊടുക്കാനും അതോടൊപ്പം തന്നെ ഈ മാനേജ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ തന്നെ പഠിപ്പിക്കാനും വെച്ചുകൊണ്ട് ഒരു 6 മന്ത്സൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ് നടത്തി കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു 30,000 രൂപ ശമ്പളം കിട്ടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 50,000 രൂപ ശമ്പളത്തിലേക്ക് അവർക്ക് കയറി പോകാനായിട്ട് പറ്റിയൊരു ഐഡിയയാണ്. രണ്ടാമതായിട്ട് ഇതിനകത്ത് മിടുക്കന്മാരെ നമ്മൾ തന്നെ അങ്ങ് അബ്സോർവ് ചെയ്യും. എനിക്ക് തന്നെ ഒരുപാട് കൺസ്ട്രക്ഷൻ കോൺട്രാക്ടേഴ്സായിട്ട് സ്റ്റുഡൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ആണെങ്കിലും അബ്സോർവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്.
അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ എനിക്കിത് സംഘടിപ്പിക്കാനുള്ള സമയമില്ല. അപ്പോൾ സംഘടിപ്പിച്ച് കിട്ടുവാണെങ്കിൽ എനിക്കൊരു 4 മാസം 6 മാസം നീണ്ടു നിൽക്കുന്ന ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ഇല്ലെങ്കിൽ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഈ ടൗൺഷിപ്പുകൾ എങ്ങനെയാണ് നടത്തേണ്ടത്, ഇങ്ങനെ ഇല്ലെങ്കിൽ ആ പ്രോജക്റ്റുകൾ എങ്ങനെയാണ് മാനേജ്മെൻറ്റ് ടെക്നിക്സും മോഡേൺ ടെക്നോളജിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചൊരു കോഴ്സ് കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. തങ്ങളിൽ വിശ്വാസമർപ്പിച്ചെത്തുന്ന നിക്ഷേപകരോട് സത്യം മാത്രമേ പറയൂ എന്ന അലിഖിത വാക്യമാണ് ട്രസ്റ്റിന്റെ പുരോഗതിക്ക് പിന്നിൽ. നിക്ഷേപകർക്ക് ഉയർന്ന ഗുണനിലവാരത്തിലുള്ള സൗകര്യങ്ങൾ നൽകുന്നതിൽ കണിശക്കാരാണ് ലൈഫ് ലൈൻ ഗ്രീൻ സിറ്റി ട്രസ്റ്റ്. ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള എനിക്കുള്ള മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കസ്റ്റമേഴ്സിനോട് എപ്പോഴും സത്യം മാത്രം പറഞ്ഞുകൊണ്ടുള്ള, അപ്പോൾ പലപ്പോഴും നമ്മൾ എന്തുകൊണ്ട് ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന പേരിന് വലിയ അംഗീകാരം ഇല്ലാതെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒത്തിരി പേര് കള്ളം പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫാക്റ്റ് നോക്കുമ്പോൾ ഈ മൊത്തം പ്രോപ്പർട്ടി നമ്മളിൽ നിന്നും കുട്ടികളിലേക്ക് പോകുന്ന, അടുത്ത ജനറേഷനിലേക്ക് പോകുന്ന 8% ഉള്ളൂ ബാങ്ക്, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, ഷെയർസ്. 92% പോകുന്നത് പ്രോപ്പർട്ടിയിലൂടെയാണ്. വീടായിട്ടും ലാൻഡായിട്ടും കൃഷിഭൂമിയായിട്ടും മറ്റുമൊക്കെയാണ് ട്രാൻസ്ഫർ ആകുന്നത്. അത്രയും കാര്യങ്ങൾ ഡീല് ചെയ്യുന്ന, അത് കണക്ട് ചെയ്ത് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് റിയൽ എസ്റ്റേറ്റിൻ്റെ ആൾക്കാർ. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് ഒന്നും പഠിക്കാതെ അവർ ചെയ്യുന്നത്. ജസ്റ്റ് ചൂണ്ടിക്കാണിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഒരു കമ്മീഷൻ വാങ്ങിക്കുക, അത് തിന്മയാണ്. അങ്ങനെയല്ല, അതിനെക്കുറിച്ച് നല്ല കമ്മീഷൻ കൊടുക്കണം തീർച്ചയായിട്ടും. കാരണം അവർക്കൊരു 100 എണ്ണം 1000 എണ്ണം കാണിക്കുമ്പോഴായിരിക്കും ഒരെണ്ണം നടക്കുന്നത്. അവർക്ക് അത്രയേ ഉള്ളൂ. വേറൊരു സീക്രട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കമ്മീഷൻ കുറവാണ്. US ലാണെങ്കിൽ 5% കമ്മീഷൻ, ദുബൈയിലാണെങ്കിലും 5% കമ്മീഷൻ. കേരളത്തിൽ 2%, 2.5% or 3% ഒക്കെ ഉള്ളൂ. പക്ഷേ അവിടെ കൊടുക്കുന്ന USA കൊടുക്കുന്ന സർവീസ്, അത്രയും സർവീസ്, അതിൻ്റെ ഒരു ഈവൻ ലെസ് ദാൻ 1% സർവീസാണ് നമുക്ക് കേരളത്തിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റിൽ നിൽക്കുന്ന, ഇപ്പം നമ്മൾ ഇതിൻ്റെ ഈ ട്രേഡറല്ല, ഞാനൊരു പ്യുവർ ഡെവലപ്പറിൻ്റെ ഒരു അഡ്വൈസറാണ്. എങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന, എല്ലാവരെ കൊണ്ടത് ചെയ്യിക്കലാണ്. ഞാൻ ആന്ത്രപ്രണറല്ല, ആന്ത്രപ്രണേഴ്സിനെ ഉണ്ടാക്കുന്ന ജോലിയാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താ, ഈ 100 കോടി അസറ്റുള്ള ആൾക്കാരെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ 12 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ വർക്ക് തന്നെ എനിക്ക് ധാരാളമാണ്. ഇന്നും നേരത്തെ എഴുതിക്കുന്ന ആൾക്കാർക്ക് വീണ്ടും അഡ്വൈസ് കൊടുക്കേണ്ടതുണ്ട്. അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. പുതുതായിട്ട് വീണ്ടും ബിസിനസ് തുറക്കുന്ന ആൾക്കാർ ഞാനുമായിട്ട് വന്ന് കുറേ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നല്ല വീടുകൾ ചെയ്ത് കൊടുക്കുക, നല്ല പ്രോപ്പർട്ടി, നല്ല വാല്യൂ അഡീഷൻസ്, പറയുന്നത് സത്യസന്ധമായിട്ട് ചെയ്യുക. പിന്നെ ഈ റെറ വന്നപ്പോൾ നമുക്ക് ഒത്തിരി ആശ്വാസമുണ്ട്. പക്ഷേ റെറ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ ഡെവലപ്പേഴ്സ്, പ്രോപ്പർട്ടി വിൽപ്പിക്കുന്ന ആൾക്കാർ 4-1 താഴെ പോയി. ബാക്കി എല്ലാവരും ഔട്ടായി. ഇല്ല, കാരണം അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല, നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒത്തിരി പേര് ക്ലോസ് ഡൗൺ ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന ഡെവലപ്പേഴ്സിൻ്റെ റെറയ്ക്ക് മുമ്പുണ്ടായിരുന്നതിൻ്റെ 4-1 ഇല്ല, അതിൻ്റെയും താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഹൈ ക്വാളിറ്റി പുലർത്തിയെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഈ റെഗുലേറ്ററും കൂടെ ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല ക്വാളിറ്റി കൊടുക്കുക, ഇന്നോവേഷൻസ് കൊടുക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് ഒത്തിരി പഠിച്ചിട്ടാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ സത്യസന്ധരായ അതാത് പ്രൊഫഷണൽസിനെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട്, ഒരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ഏത് എഴുത്തുകാരൻ പറഞ്ഞാലും കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ലോയറെ കാണിച്ചിട്ടേ ചെയ്യാവൂ. ആര് വരച്ചാലും കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്റ്റിനെ കാണിച്ചുകൊണ്ടേ ചെയ്യാവൂ. ആർക്കിടെക്റ്റ് വരച്ച് കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് കാണിച്ചുകൊണ്ട് മാത്രമേ. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വലിയ പൈസ ഒന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ അത് കാണിക്കേണ്ട എല്ലാ പ്രൊഫഷണൽസിനെയും കാണിച്ചുകൊണ്ട് തന്നെ ചെയ്താലേ. അതുപോലെ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരു ആശാരി വന്നാൽ ചെയ്താൽ പറ്റുന്ന ഇൻറ്റീരിയർ അല്ല ഇപ്പോഴത്തെ കാലത്ത്. ഒരു 3 വർഷം ഉള്ള കഴിഞ്ഞും 10 ഇരട്ടി ബെറ്ററാണ് ഇന്നത്തെ ഇൻറ്റീരിയർ. കണ്ട അത്ര നമുക്ക് അത്ര മോഹിച്ചു പോകും. പക്ഷെ അതൊക്കെ ചെയ്യണേ അതിൻ്റെ എക്സ്പേർട്ടുമായിട്ട് തന്നെ നമ്മൾ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഈ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ ഒരു വലിയ ഗ്രൂപ്പായിട്ട് നിന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വലിയ വിജയം, വലിയ നേട്ടം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതാണ് എൻ്റെ ലാസ്റ്റ് മെസ്സേജ്. എൻ്റെ ഒരു ഡൊമൈൻ എന്ന് പറയുന്നത് തന്നെ മൈൻഡ് ട്രെയിനിങ് ആണ്. ഞാൻ ഗ്ലോബലി ഒരുപാട് പേർക്ക് മൈൻഡ് ട്രെയിനിങ് ഒരുപാട് വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതെങ്ങനെ സംഭവിച്ചാൽ, നമുക്കൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ടൗൺഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് സിസ്റ്റം, എനി ക്രിയേഷൻ, ഇതാദ്യം വരേണ്ടത് മൈൻഡിൽ നിന്നാണ്. അപ്പോൾ അത് എവിടെ സംഭവിക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞാൽ 3 തലത്തിലാണ് മെയിനായിട്ട് ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ ഇമാജിനേഷൻ. സാൻസ്ക്രിറ്റിൽ പറയുമ്പോഴത്തേക്കും സൂക്ഷ്മതമം. അപ്പോൾ സൂക്ഷ്മതമത്തിലാണ്. ആ സൂക്ഷ്മതമത്തിൽ സംഭവിച്ചതിന് ശേഷം, അപ്പോൾ സറ്റിലസ്റ്റ് എന്ന് ഇംഗ്ലീഷ് വേണേൽ പറയാം. അത് കഴിഞ്ഞ് വീണ്ടും അത് സറ്റിൽ ലെവലിലേക്ക് വരും. സറ്റിൽ ലെവലിൽ വന്നതിന് ശേഷം
മൈൻഡിൻ്റെ വേൾഡിൽ നിന്നും ഗ്രോസിലേക്ക് വേൾഡിലേക്ക് വരും, പുറത്തേക്ക് വരും, സംഭവിക്കും, സ്ഥൂലമാവും. ആദ്യത്തേതിലാണ് നമ്മളിപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ഒരു നല്ല കുടുംബജീവിതം, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുടുംബജീവിതം കാണണമെങ്കിൽ സറ്റിലസ്റ്റ് ലെവലിൽ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ വേൾഡിൽ അത് ക്ലിയർ ആവും. അപ്പം നമുക്കെന്തായാലും എന്തെങ്കിലും ഒരു പുതിയ സൃഷ്ടി നടക്കണമെങ്കിൽ, വീടായിക്കോട്ടെ, ഹോട്ടലായിക്കോട്ടെ, അതല്ലെങ്കിൽ ടൗൺഷിപ്പ് ആയിക്കോട്ടെ, എനിതിങ്, പുസ്തകമോ മാരേജോ എന്തും, എനിതിങ്, ഒരു പ്രൊഫഷൻ ആയിക്കോട്ടെ, ഒരു ഡോക്ടറാകുന്ന ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മളുടെ സറ്റിലസ്റ്റ് ഫോമിൽ ഇത് ഡോക്ടർ കലാം വളരെ നിസ്സാരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്വപ്നം കാണൂ, സ്വപ്നം വലിയ സ്വപ്നം കണ്ട് സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ വരും. 40 വർഷം മുമ്പ് പോലും എൻ്റെ പുസ്തകങ്ങളിൽ ഞാൻ എഴുതാറുള്ള ഡോക്ടർ പി പി വിജയനാണ്. അകത്താണ് എഴുതുന്നത്, എന്നാലും എഴുതിയിരിക്കുന്ന ഡോക്ടർ പി പി വിജയനാണ്. അപ്പം പിന്നീട് എങ്ങനെ വരുമെന്നൊന്നും, പക്ഷെ എന്തായാലും വന്ന് UGC ഒക്കെ എഴുതി റിസർച്ചൊക്കെ ചെയ്ത് പുസ്തകം പബ്ലിഷ് ചെയ്ത് അതിലോട്ട് വന്നു. 98% ആൾക്കാർ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അതിസൂക്ഷ്മത്തിലെ സൃഷ്ടി പൂർണ്ണമല്ല, ആ സീക്രട്ട് ആരും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല, അതിനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവരെ ആരും ഇങ്ങനെ ചിന്തിക്കാനായിട്ടോ അത് ഉപകാരപ്പെടുത്താനായിട്ടോ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്വപ്നം കാണുക, അത് ക്ലാരിറ്റിയോടുകൂടി വ്യക്തതയോടുകൂടി എഴുതി തയ്യാറാക്കി പടമൊക്കെ വരച്ച് വ്യക്തമായിട്ട് കാണുക. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ലോ ഓഫ് അട്രാക്ഷനിലൂടെ നടക്കും. മറ്റാർക്കും അനുകരിക്കാനാവാത്ത ഈ പദ്ധതിക്ക് പിന്നിൽ ലൈഫ് ലൈൻ ഗ്രീൻ സിറ്റി പ്രോജക്ടിന്റെ നെടുംതൂണായി പ്രവർത്തിക്കുന്ന ഡോക്ടർ PP വിജയൻ എന്ന് ഏവർക്കും അക്കമിട്ട് പറയാവുന്ന ഒരു വസ്തുത തന്നെയാണ്. ഭാവി തലമുറയെ കണ്ടുകൊണ്ടുള്ള ഒരു ദീർഘവീക്ഷണം തന്നെയാണ് ഈ പദ്ധതിയിലൂടെ അവർ വിഭാവനം ചെയ്യുന്നത്.